UEFA ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 32ന്റെ ആദ്യ ലീഗിൽ 3-2 എന്ന ത്രില്ലിംഗ് ഫലത്തിൽ റയൽ മാഡ്രിഡ് എത്തിഹാദ് സ്റ്റേഡിയത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചു. ആദ്യ പകുതിയിൽ 19-ാം മിനിറ്റിൽ തന്നെ ജാക്ക് ഗ്രീലിഷിന്റെ ഉത്തമ പാസിൽ തന്നെ എർലിംഗ് ഹാലൻഡ് തന്റെ ക്ലിനിക്കൽ ഫിനിഷ് ഉപയോഗിച്ച് സിറ്റിക്ക് മുൻഗണന നൽകി. ഇതോടെ സ്കോർ 1-0. ആദ്യ പകുതിയിൽ തന്നെ റയൽ മാഡ്രിഡ് സിറ്റിയുടെ ഗോൾ പോസ്റ്റിന് സമ്മർദ്ദം നൽകിയെങ്കിലും ഗോളടിക്കാൻ മാത്രം സാധിച്ചില്ല. രണ്ടാം പകുതിയിൽ കളി മൊത്തത്തിലാകെ മാറി. 60-ാം മിനിറ്റിൽ സൂപ്പർ താരം കീലിൻ എംബാപ്പയുടെ ഗോളിൽ റയൽ മാഡ്രിഡ് സിറ്റിയുമായി സമനില നേടി. സിറ്റി ഗോൾ കീപ്പർ എഡേഴ്സനെ അത് ഞെട്ടിക്കുകയും തന്നെ ചെയ്തു. എന്നാൽ 80-ാം മിനിറ്റിൽ സിറ്റിക്ക് അനുകൂലമായ ഒരു പെനാൽറ്റി, ഫിൽ ഫോഡനെ ഫൗൾ ചെയ്തതിനായിരുന്നു പെനാൽറ്റി. ആ പെനാൽറ്റി എടുക്കുവാൻ വന്നതോ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ്. അത് ഹാലൻഡിന് പിഴച്ചില്ല. ഗോൾ നേരെ റിയൽ മാഡ്രിഡിന്റെ പോസ്റ്റിലേക്ക്. സ്കോർ 2-1. എന്നാൽ ചാമ്പ്യൻസ് ലീഗിന്റെ രാജാക്കന്മാരും തിരിച്ചുവരവിൻ്റെ പേര് കേട്ട് കൊമ്പന്മാരുമായ റയൽ മാഡ്രിഡ് 86-ാം മിനിറ്റിൽ തന്നെ ഗോൾ തിരിച്ചു മടക്കി. ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ സഹായത്തോടെ ബ്രാഹിം ഡിയാസ് റയൽ മാഡ്രിഡിനെ രണ്ടാം ഗോൾ നേടി റയൽ മാഡ്രിഡിന് സമനില കണ്ടെത്തി. സ്കോർ 2-2. കളിയുടെ അവസാന നിമിഷം 92-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ അസിസ്റ്റിലൂടെ ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ഗോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹൃദയത്തിലേക്കായിരുന്നു. സ്കോർ 3-2. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി എർലിംഗ് ഹാലൻഡ് 2 ഗോളുകൾ നേടുകയും മികച്ച കളി പുറത്തെടുപ്പിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ റയൽ മാഡ്രിഡിന് വേണ്ടി കീലിൻ എംബാപ്പയുടെ ഗോളും ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ഗോളും ആശ്വാസമായി. കളിയിലെ മികച്ച താരമായി വിനീഷ്യസ് ജൂനിയറിനെ തിരഞ്ഞെടുത്തു. തൻ്റെ അസിസ്റ്റും ക്രിയേറ്റിവിറ്റി കളി പ്രകടിപ്പിക്കുകയും ചെയ്തതിനായിരുന്നു ഇത്. മത്സരം കഴിഞ്ഞ ശേഷം കാർലോ ആഞ്ചലോട്ടി തൻ്റെ ടീമിൻ്റെ സമർപ്പണവും ആക്രമണശേഷിയുമെല്ലാം പ്രശംസിച്ചു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രകടനം വിമർശിച്ച് കായിക കമന്റേറ്റർ ഡാനി ഗാരിഡോ വന്നു. ഗാർഡിയോളയുടെ കീഴിൽ കണ്ട ഏറ്റവും മോശമായ ടീമെന്നാണ് അദ്ദേഹം പറഞ്ഞത്.